രാത്രി മാസ്ക് ഒക്കെ ഇട്ടിട്ട് പോകുന്നത് വേറെ എങ്ങോട്ടല്ല, ഒരു വാഴയില വെട്ടാനാണ്. രാത്രി കരിമീൻ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് കരിമീൻ പൊളിച്ചത് കഴിക്കാനൊരു മോഹം. എനിക്കല്ല, എൻ്റെ കിട്ടുവിനാണ് ആ മോഹം. അങ്ങനെ സക്സസ്ഫുള്ളി ഞങ്ങൾ വാഴയിലൊക്കെ വെട്ടി. രാത്രി ആയതുകൊണ്ടാണ് ഞങ്ങൾ റൂട്ടിൽ കൂടെ പോയി വാഴയില വെട്ടിയത്. പറമ്പിലോട്ട് പോകാനൊരു ഭയം. കരിമീൻ ഏകദേശം മുളകൊക്കെ തേച്ച് വെച്ചിട്ടാണ് ഞാൻ പോയി വാഴയില വെട്ടിയത്. നിതീഷേട്ടൻ വന്ന് വാഴയിലൊക്കെ വെട്ടിത്തന്ന്. അതിന് കൂടെ വന്നതാണ് ആ മാസ്ക് ഇട്ട ഒരു കുഞ്ഞി സാധനം. അങ്ങനെ അതാ കരിമീൻ വറുക്കാൻ വെച്ചിട്ട് അതിന് വേണ്ടുന്ന ഐറ്റംസൊക്കെ ഞാൻ ചതച്ചെടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞ് അസിസ്റ്റൻറ്റ് വന്നിട്ട് പറഞ്ഞു, അമ്മ മാറി നിന്നു, ഞാൻ ചെയ്തോളാം. അങ്ങനെ ആ ഉള്ളി കണ്ണിൽ തെറിച്ച് പിന്നെ അവിടെ കിടന്ന് കരയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവനെ ഞാൻ പിടിച്ച് മാറ്റി. എന്നാലും എല്ലാത്തിലും വന്ന് കൈയിടുന്നുണ്ടായിട്ടാ. ഇടയ്ക്കൊന്ന് മാറ്റി നിർത്തിയാലും പിന്നെയും വരും, എവിടെ നിന്നെങ്കിലും ഓടി വരും. അങ്ങനെ പിന്നെ ഞാൻ ഗ്രേവിക്കുള്ള സാധനങ്ങൾ റെഡിയാക്കുന്നുണ്ടായിരുന്നു. വാഴയിലൊക്കെ കഴുകി വെച്ചു. അതിൻ്റെ ഇടയിൽ തന്നെ അമ്മയും സെയിം ടൈം അടുക്കളയിലുണ്ട്, കാരണം കറിയും വെക്കണമായിരുന്നു. അപ്പോൾ കറി വെക്കുന്നത് അമ്മയാണ്, പൊള്ളിക്കുന്നത് ഞാനുമാണ്. ഞാൻ മീൻകറി പൊതുവെ ഞാൻ വെക്കാറില്ല. അമ്മയില്ലാത്തപ്പോൾ വല്ല കാലത്തൊക്കെ വെക്കാറുള്ളൂ. അങ്ങനെ പിന്നെ അമ്മയുടെ മീൻകറി പോയി ഞാൻ അങ്ങോട്ട് പോയിട്ട് അപ്പോഴത്തേക്കും പിന്നെ എനിക്ക് വാഴയിലേക്ക് ഒന്ന് വാട്ടിയെടുക്കണമായിരുന്നു. അങ്ങനെ ഞാൻ എന്താ വാഴയിലേക്ക് വാട്ടിയെടുത്ത് ഗ്രേവിയൊക്കെ സെറ്റ് ചെയ്ത് ഗ്രേവിയിൽ മീൻ സെറ്റ് ചെയ്തു. അത് അപ്പോഴത്തേക്കും കണ്ണപ്പൻ അങ്ങോട്ട് പോയി. കണ്ണപ്പൻ ടി വി കാണാൻ പോയെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരം ഒറ്റക്കായിരുന്നു. പിന്നെ നിതീഷേട്ടൻ വന്നു, കുറച്ച് നേരം കമ്പനിയൊക്കെ തന്നു. അങ്ങനെ ഗ്രേവിയൊക്കെ വെച്ചു, മീൻ സെറ്റ് ചെയ്തെടുത്തു. നല്ലതായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതൊന്നും പറയുന്നില്ല, നല്ലതായിരുന്നു. അങ്ങനെ ഇനി ഇത് പൊതിഞ്ഞെടുക്കണമല്ലോ. ഇതായിരുന്നു അതിൻ്റെ ലുക്ക്. പിന്നെ ഞാനിത് മടക്കിയെടുത്ത് പൊതിഞ്ഞ് അതിന് കെട്ടി മറ്റേ എണ്ണ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് ആവിയൊക്കെ കയറ്റിയെടുത്ത് സെറ്റ് ചെയ്തെടുത്ത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ അധികം പാത്രം ഞാൻ ഇതിനു വേണ്ടി അവിടെ നശിപ്പിച്ചിട്ടിട്ടുണ്ടായി. അതവിടെ ഇട്ടോളാൻ അമ്മ പറഞ്ഞെങ്കിലും എന്നുവെച്ചാൽ അധികം കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളായിരുന്നു. അപ്പം ഞാൻ വേഗം അതൊക്കെ കഴുകി വെച്ചപ്പോഴത്തേക്കും കണ്ണപ്പൻ്റെ വിശപ്പിൻ്റെ വിളി വന്നു. കാരണം മീനിൻ്റെ മണം നന്നായിട്ട് സ്പ്രെഡ് ആകുന്നുണ്ടായിരുന്നു. കണ്ണപ്പന് വിശക്കണേന്ന് പറഞ്ഞ് കണ്ണപ്പൻ ബഹളമായി. പിന്നെ വേഗം തന്നെ അത് ഇരിക്കാനൊന്നും ഉള്ള ക്ഷമ ഞങ്ങൾക്ക് ഉണ്ടായില്ല. പിന്നെ അതങ്ങനെ പൊട്ടിച്ച് സമയപ്പോഴത്തേക്കും ഒരു 9:30 കഴിഞ്ഞു. വേഗം കഴിച്ചപ്പോൾ കണ്ണപ്പന് ഇഷ്ടമായി. അങ്ങനെ എൻ്റെ പൂച്ചക്കുഞ്ഞിന് ഞാൻ ഫുഡൊക്കെ കൊടുത്തു, ഞാനും ഫുഡ് കഴിച്ചു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബായ്.